തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് കൽക്കുണ്ടിലെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി മേഴ്സിക്കൊപ്പമാണ് ഇന്ന് കെ ന്യൂസ്. പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. വിജയപ്രതീക്ഷയിലാണോ? പിന്നെന്താ സംശയം? ഞങ്ങൾ പിന്നെ ആരോട് വിജയിക്കാൻ പോകുന്നത്? ഞങ്ങൾ UDF ആണ്. ഞങ്ങൾ ഒത്തു നിൽക്കുവാണ്. ഞങ്ങൾ വിജയിച്ചിരിക്കും. കൽക്കുണ്ട് മനോഹരമായൊരു മലയോര കാർഷിക ഗ്രാമമാണ്. ടൂറിസത്തിനും കൃഷിക്കും അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് കൽക്കുണ്ട്. നിർഭാഗ്യവശാൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ കർഷകർ പ്രയാസപ്പെടുന്നു എന്ന് മാത്രമല്ല, മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ജീവാപായമുണ്ടായേക്കുമോ എന്ന് ഭയപ്പെട്ട് നിരവധി കർഷകർ കൃഷിയും കൃഷിഭൂമിയും പോലും ഒഴിവാക്കി നാടുവിടുന്ന സാഹചര്യമാണുണ്ടായത്. വന്യമൃഗശല്യം തടയുന്നതിന് കഴിഞ്ഞ 10 വർഷം തുടർഭരണം നടത്തിയ ഇടത് സർക്കാർ ഉചിതമായ പദ്ധതികളൊന്നും നടപ്പിലാക്കിയില്ല. കഴിഞ്ഞ 5 വർഷം ഗ്രാമപഞ്ചായത്ത് ഭരിച്ച LDF ടൂറിസ വികസനത്തിന് അനുകൂലമായ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ലോകപ്രശസ്തമായി മാറിയ കേരളാംകുണ്ട് ഇക്കോ പദ്ധതി പോലും നാശത്തിന്റെ വക്കിലായി. സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും ഇടകലർന്ന് താമസിക്കുന്ന കൽക്കുണ്ട്, തുരുമ്പോട, പാവ് എന്നിവിടങ്ങളിലെല്ലാം ഇടതുപക്ഷം ഭാഗികമായ ക്ഷേമ വികസന പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ പക്ഷപാതപരമായി പെരുമാറിയെന്നും ഇന്നും ഈ ഗ്രാമീണ മേഖല ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണെന്നുമാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവും അതുപോലെ തന്നെ സംസ്ഥാന ഭരണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കുറേ ക്ഷേമ പദ്ധതികളും ഒക്കെ പറഞ്ഞ് വോട്ടാകുമെന്ന് കരുതിയാണ് അവരുടെ പ്രചരണം നടക്കുന്നത്. എങ്ങനെയാണ് നമ്മളതിനെ മറികടക്കാൻ പോകുന്നത്? കഴിഞ്ഞു, ഇനിയും കാണാൻ പോകുന്നുണ്ട്. 10 വർഷം അവർ ഭരിച്ചു, 5 വർഷം നമ്മുടെ പഞ്ചായത്തിൽ അവർ ഭരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി നടന്ന് കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള റോഡില്ല, വെറും ചെറിയ ചെറിയ വഴികളാണ്. ഇവിടെ കുഞ്ഞുമക്കളെ കൊണ്ട് അവരെങ്ങനെ കടന്നു പോകുന്നു? മഴക്കാലം ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ അതിൽ 11 മാസം കൽക്കുണ്ടിൽ മഴയാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വയസ്സായവർക്കും നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയൊന്നുമല്ല ഇവിടെ ഉള്ളത്. എന്നിട്ടാണ് ഈ വലിയ കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലെ ലോകം കൊതിക്കുന്ന കേരളം ഇതെവിടെ ഇരിക്കുന്നു? വന്ന് കാണെല്ലാവരും. ഈ വീടിന്റെ അവസ്ഥയൊന്ന് നോക്ക്. 10 വർഷം നമ്മുടെ പ്രിയപ്പെട്ട ഭരണാധികാരികൾ ഭരിച്ചു, എല്ലാവർക്കും വീട് കൊടുത്തു, എല്ലാവർക്കും വെള്ളം കൊടുത്തു, എല്ലാവർക്കും എല്ലാം കൊടുത്തു, ദാരിദ്ര്യ വിമുക്തമാക്കിയ വീടാണ്. നോക്ക്, പാമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് വെറും പ്ലാസ്റ്റിക് ഷീറ്റാണ്, വെറും പ്ലാസ്റ്റിക് ഷീറ്റ്. ഇതൊന്നും നോക്ക്. എന്നിട്ട് ഇവിടെ പാമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കുഞ്ഞു പിള്ളേരുള്ള വീടാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കീസ്, ബിസ്ക്കറ്റ് മേടിക്കുന്ന കീസൊക്കെ മേടിച്ച് എടുത്തിട്ട് തിരികെ വെച്ചേക്കാണ്. രാത്രിയിൽ ഇവരുടെ അച്ഛൻ ചന്ദ്രൻ അവൻ രാത്രി കാവലിരിക്കുകയാണ്. പാമ്പ് ഇതിലെ എലിയെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് കയറുമ്പോൾ പേടിയായിട്ട്. ഈ വീട്ടിൻ്റെ അവസ്ഥയൊന്ന് കാണുക. ഇതാണ് ഒരു വീട്. ഇതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ലോകം കൊതിക്കുന്ന കേരളമാണ് ഈ കാണുന്നത്. ഇവർക്കൊരു വീടോ ഒന്നും കൊടുക്കാൻ പറ്റാത്തതാണോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം? UDF വന്നാൽ നിങ്ങളുടെ കാര്യമെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് കേട്ടോ, നീ പേടിക്കണ്ട, നീ ഞങ്ങളുടെ കൂടെ വാ. ഇതാണ് 2 കുഞ്ഞുമക്കളും അച്ഛനും അമ്മയും കൂടി ജീവിക്കുന്ന വീട്. റോഡ് അടക്കമുള്ള വികസന പദ്ധതികൾക്ക് ലഭിച്ച കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ ഇടതു ഭരണസമിതി ലാപ്സാക്കിയെന്നും വൈദ്യുതി സബ്സ്റ്റേഷൻ അനുവദിച്ച 10 കോടി രൂപയും ഫയർ സ്റ്റേഷനും ഒക്കെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെടുത്തിയെന്നും വാർഡിലെ റോഡുകളെല്ലാം അറ്റകുറ്റപ്പണി പോലും നടത്താത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതത്തിന് പ്രയാസം നേരിടുകയാണെന്നുമാണ് നാട്ടുകാർ പരാതി പറയുന്നത്. നമ്മൾ കിഴക്കേത്തയിൽ നിന്ന് ഒന്ന് കൽക്കുണ്ടിലേക്ക് ഒന്ന് യാത്ര ചെയ്താൽ മാത്രം മനസ്സിലാകും. ഒരു മഴ പെയ്താൽ മനുഷ്യന് ഒരു തരത്തിലും ആ ഉപയോഗിക്കുന്ന വസ്ത്രം പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. റോഡിലൂടെ തോടിന്റെ മുകളിലൂടെ വഞ്ചി പോകുന്ന വിധത്തിൽ നമ്മൾ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യും. ലൈഫ് ഭവന പദ്ധതിയിൽ കൂടുതൽ വീടുകൾ കൊടുത്ത് അതിന്റെ പേരിലും അവര് ഇപ്രാവശ്യം ഇവിടെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊള്ളാം. ഞങ്ങൾ ഇപ്പൊ കടന്നു വന്ന വീടുകളൊന്ന് കണ്ടാൽ മാത്രം മതി. എന്ത് ലൈഫ്, എന്ത് പദ്ധതി, എന്ത് ഭവനം, എന്താണ് അവർ കൊടുത്തിരിക്കുന്നത്? ജനങ്ങൾക്ക് സമാധാനത്തോടെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പകൽ മുഴുവൻ ജോലി ചെയ്ത് വന്നിട്ട് കൊച്ചുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കണ്ണ് തുറന്നിരിക്കേണ്ട അവസ്ഥയാണ്. തുറന്നിരിക്കുന്നവരാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ആ വീട്. അവരോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണോ ഇവർക്ക് നാണമുണ്ടോ ഈ ജനങ്ങളോട്, ഈ കൊച്ചിനോടൊക്കെ വന്നിട്ട് വോട്ട് ചോദിക്കാൻ? അതുപോലെ തന്നെ അവരുടെ ജീവിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടു. ഇതല്ല ഒരിക്കലും ശരിയല്ല. എന്താണ് വികസന കാര്യങ്ങളെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നൽകാനുള്ള വാഗ്ദാനം? വികസന കാര്യങ്ങളെ കുറിച്ച് നൽകുവാനുള്ള ഉറപ്പെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്രാവശ്യം
കരുവാരകുണ്ട് പഞ്ചായത്ത് UDF ഭരിക്കും. അതുപോലെ തന്നെ ബ്ലോക്ക്, ജില്ല എല്ലാം ഞങ്ങളുടെ കൈകളിലായിരിക്കും. അതുപോലെ 6 മാസം കഴിയുമ്പോൾ നിയമസഭയിൽ വരുന്നു, അതും നമുക്ക് തന്നെ കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. 10 വർഷം കൊണ്ട് ജനങ്ങളെല്ലാം മടുത്തിരിക്കണം, ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, സകലരും, അവർ പോലും. പക്ഷെ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ എത്രയോ ലക്ഷം കോടികളാണ് ലാപ്സായി പോയിരിക്കുന്നത്. ഇവിടെ നഷ്ടപ്പെട്ടു പോയ എല്ലാ വികസന പദ്ധതികളും ഞാൻ ജയിച്ചാൽ, ഞങ്ങളുടെ UDF ജയിച്ചു വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും വേണ്ടി നടത്തി കൊടുക്കും. ഇത് എന്റെ ഉറപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള എന്റെ ഉറപ്പാണ്. ഇതിൽ യാതൊരു സംശയവും ഇല്ല. ഇക്കുറി ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ UDF ഭരിക്കുമ്പോൾ ഭരണത്തിൽ കൽക്കുണ്ടിൽ നിന്ന് UDFന്റെ ജനപ്രതിനിധി ഉണ്ടായാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വികസന മുരടിപ്പിന് പരിഹാരമുണ്ടാക്കാനാകുമെന്നും നഷ്ടപ്പെട്ട വികസനം തിരികെ കൊണ്ടുവരുമെന്നും റോഡ്, കുടിവെള്ളം, പ്രാഥമിക സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കി കരുവാരകുണ്ടിലെ ഏറ്റവും മികച്ച വാർഡാക്കി കൽക്കുണ്ടിനെ മാറ്റുമെന്നുമാണ് വാർഡിലെ ജനങ്ങൾക്ക് UDF നൽകുന്ന വാഗ്ദാനം. കൽക്കുണ്ട് 7ാം വാർഡ് എന്ന് പറയുന്നതിൽ ബഹുഭൂരിപക്ഷവും ഭൂപ്രദേശങ്ങൾ വനാതിർത്തിയുടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്, എസ്റ്റേറ്റ് മേഖലകളാണ്. ഇന്നിപ്പോൾ എസ്റ്റേറ്റ് മേഖലകളിലേക്ക് ഒരു തൊഴിലാളികളെ പോലും കിട്ടാൻ മേലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആനയായിട്ടും കടുവയായിട്ടും, അതായത് സിംഹം ഒഴിച്ചുള്ള എല്ലാ മൃഗങ്ങളും നമ്മുടെ വീടിന്റെ പരിസരത്തൂടെ എത്തുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് കൃഷി ഇറക്കാൻ പറ്റാത്ത കാട്ടുപന്നികളുടെയും കുരങ്ങിന്റെയും ശല്യം. ഇതിനു മുമ്പ് പല പഞ്ചായത്തുകളും ഷൂട്ടിംഗ് പാനല് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കരുവാരകുണ്ടിൽ അങ്ങനത്തെ ഒരു നടപടിക്രമങ്ങളും നടന്നിട്ടില്ല. മാത്രവുമല്ല, ഷീന ജിൻസിന്റെ സ്വയം അവരുടേതായ രീതിയിൽ പോകുന്നത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട 983 തൊട്ട് തോക്കിന്റെ ലൈസൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ സുഹൃത്തുക്കളും ഒപ്പം ഉള്ളവരുണ്ട്. പഞ്ചായത്തിന്റെ നിസ്സഹകരണം മൂലം ഞങ്ങൾക്കൊരു ഷൂട്ടിംഗ് പാനൽ ഇവിടെ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈ UDF അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങൾ തന്നെ ഷൂട്ടിംഗ് പാനൽ ഇവിടെ നിർബന്ധമായിട്ടും പഞ്ചായത്ത് തലത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതിന് ഇനി കയ്യിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടാലും വേണ്ടുകയില്ല. ഇവിടെ കൃഷി ഇറക്കുന്ന സാധാരണ കർഷകരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിന് മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് 100% പ്രതീക്ഷയുണ്ട്. പഞ്ചായത്ത് അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്ന് ഇതിന് മുമ്പേ ആവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അത് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന മുരടിപ്പിനും അവഗണനയ്ക്കും ബാലറ്റിലൂടെ LDFന് തിരിച്ചടി നൽകുമെന്നും മേഴ്സി ടീച്ചറെയും ബ്ലോക്ക് സ്ഥാനാർത്ഥി ജസീറയെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുസ്തഫ അബ്ദുൽ ലത്തീഫിനെയും ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. കൽക്കുണ്ട് 7ാം വാർഡ് ഒരു മലയോര പ്രദേശമാണ്. ഇവിടെ നിരന്തരമായി പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 2 ഉരുൾപൊട്ടുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അപകടങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന മേഖലയാണ്. ഇവിടെ ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയർ സ്റ്റേഷന് വേണ്ടിയിട്ട് 10 കോടി രൂപ അനുവദിച്ചതാണ്. അതിന് സ്ഥലം കണ്ടെത്താനോ ഒന്നും തയ്യാറാകാതെ കഴിഞ്ഞ ഭരണസമിതി ആ ഫണ്ട് ലാപ്സായി കളഞ്ഞു. അതേപോലെ തന്നെ വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഇവിടെ സാധാരണക്കാരും പട്ടിണി പാവങ്ങളുമായ ജനങ്ങൾ, കൃഷിക്കാരുമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഇവിടെ ഈ പ്രകൃതിക്ഷോഭം മൂലം പല പ്രാവശ്യങ്ങളും കറണ്ട് പോവുകയും അതുപോലെ തന്നെ വോൾട്ടേജ് ക്ഷാമവും ഒക്കെ രൂക്ഷമാണ്. എന്നിട്ട് സബ്സ്റ്റേഷനും അനുവദിച്ച ഫണ്ടും അവർ സ്ഥലം കണ്ടെത്താൻ സാധിക്കാതെ അതും ലാപ്സായി കണ്ടു. ഇതിനെല്ലാം അതുപോലെ തന്നെ വഴികളില്ല, പിന്നെ വീടുകളില്ല. ഇവര് ശരിക്കും അവരുടെ ആൾക്കാരെ നോക്കി കുറച്ച് വീടുകളും ഒക്കെ കൊടുക്കുകയും അവരുടെ ആൾക്കാർക്ക് മാത്രം സഹായം ചെയ്യുന്ന ഒരു പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. 2 കോളനികളിലും കുടിവെള്ളം ഇല്ല ഇവിടെ. അതിന് മാർഗം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അടുത്ത ഈ പ്രാവശ്യം എന്തായാലും 24 സീറ്റും പിടിച്ച് കരുവാരകുണ്ട് പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വരും. ഇതിന്റെ പ്രതികാരം അല്ലെങ്കിൽ ഇതിന് നടപടി സ്വീകരിക്കാത്തതിന്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 7ാം വാർഡ് കൽക്കുണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർഡാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വികസന പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന നഗ്ന സത്യമാണ്. ഇവിടെ ജാതിമത ഭേദമന്യേ ഞങ്ങൾ മേഴ്സി ടീച്ചറെ കൂടെ ഞങ്ങൾ ഒത്തൊരുമയോട് കൂടിയിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ ഒറ്റക്കെട്ടായി മേഴ്സി ചേച്ചിയെ ബഹുഭൂരിപക്ഷത്തോടു കൂടി ഈ വാർഡിൽ നിന്നും വിജയിപ്പിക്കും എന്നുള്ളത് ശക്തമായിട്ട് ഞങ്ങൾ പറയുന്നു. ഇവിടെ ഒരു വികസനവും ഇതുവരെ നടന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതികരണം പോലെ ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഞങ്ങൾ വഴിവിളക്കിന്റെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും ഞങ്ങളുടെ മെമ്പർ ഇങ്ങോട്ട് അനുവദിച്ചു തന്നിട്ടില്ല.
ഞങ്ങൾ വനം പ്രദേശത്താണ് കിടക്കുന്നത്. വനം പ്രദേശത്ത് നിന്ന് മൃഗങ്ങൾ വന്നാൽ ഒരു വിളക്ക് പോലും ഇല്ലാതെ നടന്നു പോകേണ്ട അവസ്ഥ വരുന്നു. കോളനികളിലാണെങ്കിൽ സാധാരണ അവിടെ വേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു ഭരണം ഇവിടെ നടക്കുമ്പോൾ ഈ ഭരണത്തിനൊരു മാറ്റം വരുത്താൻ ഞങ്ങൾ ജനങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങുകയാണ്. ഈ ഭാഗത്തേക്കുള്ള വികസനം UDF കൊണ്ടുവരുമെന്ന ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മേഴ്സി ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കരുവാരുകുണ്ട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നിങ്ങൾ ഓരോരുത്തരും UDF സ്ഥാനാർത്ഥിനെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് നമുക്കൊരു നല്ല ഭരണം, ഈ നശിച്ച ഭരണം ഇവിടുന്ന് മാറി ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഈ 7-ാം വാർഡ് എന്ന് പറഞ്ഞ കൽക്കുണ്ട് വാർഡിൽ ഈ കപ്പലാന്തോട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ കോളനിയാണ്. ഇവിടുന്ന് വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ഇവിടെ ഈ ഞങ്ങൾ തൊട്ട് മുമ്പ് കിടക്കുന്ന വീട് പൊളിച്ച് ഈ ഷീറ്റ് മാറ്റാം, കമ്പി മാറ്റാന്ന് വാഗ്ദാനം. അതേപോലെ ഇവിടെ എല്ലാവരും വിശ്വസിക്കുക, എല്ലാ ജാതി വരുന്ന ഒരു അമ്പലമുണ്ട്, അതിന്റെ മുറ്റത്ത് ഒരു കട്ടിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പോയി പേപ്പർ എഴുതി പോയിട്ട് ഒന്നും ചെയ്ത. അതിനും വേണ്ടി ഇവിടുത്തെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ തൊട്ട് പുറകിൽ ഒരു കിണറിന് പൈപ്പ് ഇട്ടു, മോട്ടർ ഇട്ടു. ഈ കിടക്കുന്ന വഴി കൂടെ ആ പൈപ്പില്ല, മോട്ടറില്ല, ടാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ 5 ലക്ഷം മുടക്കിയിട്ട് ഒരു ടാങ്ക് അമിതാജി ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് സ്ഥാനത്ത് മെമ്പറായി നിന്ന കാലത്ത് ഒരു ടാങ്ക് ഉണ്ടാക്കി. അതിന്റെ ഉള്ളിൽ ഇവരെന്ത് ചെയ്തു? ഇപ്പൊ എടുത്ത് വന്നിട്ട് ഇവിടെ ഒരു അറിയപ്പെടുന്ന കോൺട്രാക്ടർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടൈലിട്ട് പോയി. ഇവിടെ വെള്ളം 10-15 ദിവസം മുടങ്ങിയ ശേഷം ആളുകൾ ചോദിച്ചു, അവർ നിങ്ങൾ ടൈലിട്ടല്ലോ? ഞങ്ങൾ പോയി നോക്കി, ടൈലിട്ട് പോയതല്ലാതെ അതിൽ ഒരിക്കലും ഒരു 10 ലക്ഷം മുടക്കിയാലേക്ക് വെള്ളം എത്തില്ല. ഇവിടെ വീടുള്ളവർ ഈ തൊട്ട് താഴെ കിടക്കുന്ന പ്ലാസ്റ്റിക് മറച്ച് കിടക്കുന്ന വീടുകളുണ്ട്. എന്നിട്ടോ അതിന് ഫണ്ടില്ല. ഇവിടെ വീട് നല്ല സൗകര്യത്തോടെ വാർത്ത വീട്ടിൽ കിടക്കുന്നവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുത്ത വീടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. താമസം പോലും ഇല്ല, വീട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. എന്നോട് പറഞ്ഞതാണ്, ഇവിടെ എനിക്ക് ക്ഷീണം നിന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു വീട് തന്നു. അത് താമസിക്കില്ല. ഇവിടെ വന്നു നോക്കാം, നിങ്ങൾക്ക് കരുവാരക്കുണ്ട് ജില്ലത്തില്ല എവിടുത്താക്കും വരാം. പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നിലത്ത് കിടക്കുന്നവരുണ്ട്. ആരെങ്കിലും ഇത് വന്ന് കാണുന്നുണ്ടോ? ഇവിടെ നല്ല റോഡില്ല. പിന്നെ പോരാത്തത് ഞങ്ങൾക്കൊരു ഹോസ്റ്റലിൽ പോകണം. നിങ്ങൾ ഈ കരുവാരുകുണ്ട് കിഴക്കത്തെ കൽക്കുണ്ട് റോഡൊന്ന് ശ്രദ്ധിക്കണം. ആ റോഡിൽ കുണ്ടും കുഴി ഒന്ന് വിളിക്കണമെങ്കിൽ നമുക്കൊരു മൊബൈൽ ടവർ പോലും ഇല്ല. അവിടെ ഒരു റേഞ്ച് ഇല്ല. ഒരു ഹോസ്റ്റലിൽ പോകണമെങ്കിൽ ഒരു വണ്ടി വിളിക്കാൻ ഈ സൗകര്യമില്ല. അത് കർശനമായിട്ടും ഈ ഒരു ഭരണം നമ്മുടെ കയ്യിൽ വന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾ ശക്തമായിട്ട് കൂട്ടം കൂടി ഞങ്ങൾ പറയാണ്, എല്ലാ ജാതിയും എല്ലാവരും ഒരുമിച്ച് തിന്നുന്നവരങ്ങൾ ഒരുമിച്ച് കടക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം UDF വിജയിപ്പിക്കും. ശക്തമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. കരുവാരുകുണ്ട് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി 7-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ മേഴ്സി ടീച്ചറെ ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും.